CPM പറയുന്നത് ഈ അനൂപ് എന്ന് പറയുന്ന ആൾ ഇയാൾക്ക് കോൺഗ്രസ് ബന്ധമുണ്ട്, ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസ് ബന്ധമുള്ള ആളാണെന്ന് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരോപിക്കുന്നു. അതേസമയം CPMന് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ് ഇവിടെ. ആ സ്ഥലത്ത് കൊണ്ടുവന്ന് എന്തിനാണ് ഇത്രയധികം വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെച്ചതെന്ന് മറുപടി പറയണം എന്ന് കോൺഗ്രസും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ആരോപണമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെ അതിനൊരു രാഷ്ട്രീയ മാനം കൂടി ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും കണ്ണൂർ പോലൊരു സ്ഥലമാകുമ്പോൾ രാഷ്ട്രീയ പഴിചാരലുകൾ സ്വാഭാവികമാണ്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ്. ഇപ്പോൾ നേരത്തെ സുനിൽ പറയുകയുണ്ടായല്ലോ, ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല എന്നുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ സ്ഥിരമായി ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇയാൾ അനൂപിന്റെ കൂട്ടാളി തന്നെയാണോ? തീർച്ചയായും അതെ. ഈ മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ആൾ അനൂപിന്റെ ബന്ധു കൂടിയാണ്. വളരെ അടുത്ത ബന്ധുവാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പോലീസ് പറയുന്നത് അനൂപിന്റെ ഒരു ബന്ധു എന്ന് മാത്രമാണ് സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയം മുമ്പ് പറഞ്ഞത്. മറ്റൊരാൾ കൂടി ഈ സമയത്ത് സാധാരണഗതിയിൽ രാത്രികാലങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളും ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനും നാട്ടുകാർക്കുമുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ തുടരുന്നത്. പക്ഷേ പ്രാഥമികമായ പരിശോധനയിൽ മറ്റാരും അവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ടിട്ടുള്ള മുഹമ്മദ് ആഷാം മാത്രമാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത്. അതായത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനോട് ചേർന്ന് തന്നെ മറ്റ് ഒരു കട്ടിലടക്കമുള്ള ഉണ്ടായിരുന്ന മറ്റൊരു മുറി ഉണ്ടായിരുന്നു. ആ മുറി ഇയാളുടെ മൃതദേഹം കിടക്കുന്ന നിലയിലാണ് ഉണ്ടായത്. അതിന് മുകളിലേക്ക് വീടിന്റെ മറ്റും അവശിഷ്ടങ്ങളൊക്കെ വന്ന് വീണിരുന്നു. മാത്രമല്ല ഇയാൾ ആഘാതം ചിന്നിയ നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 12:55 ഈ സ്ഫോടനം ഉണ്ടാവുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷം 3 മാസത്തോളമായി ഇവിടെ സ്ഥിരമായി ഇവർ വരാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരു ബൈക്കിന് അവരിവിടെ എത്തും. വൈകുന്നേരം രാത്രിയിൽ ഇവിടെ തങ്ങും, പുലർച്ചെ തിരികെ പോവുകയും ചെയ്യും. അതായത് ഇവിടെയാണോ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയിരുന്നത്, ഈ പടക്കം ഉണ്ടാക്കിയിരുന്നത്, അതോ മറ്റെവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്താണോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കൃത്യമായി അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന ആൾ സമാനമായ നിരവധി കേസുകളിൽ പ്രതിപ്പട്ടികയിലുള്ള ആളാണ്. 2016 മെയ്യിൽ ഇവിടെ ഉഴാതി രാജേന്ദ്രൻ നഗർ ഹൗസിംഗ് കോളനിയിൽ സമാനമായൊരു സ്ഫോടനം ഉണ്ടായിരുന്നു. അന്നും ഒരു വീടിനുള്ളിൽ ഇത്തരം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ആ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. അന്ന് ഈ അനൂപിന്റെ ഭാര്യയ്ക്കും അനൂപിന്റെ മകൾക്കും സ്ഫോടനത്തിൽ പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ കുറെ മുന്നോട്ട് പോവുകയും ചെയ്തതാണ്. പിന്നീട് ചാലക്കുന്നിൽ സമാനമായ രീതിയിൽ, അതൊരു വീട്ടിലായിരുന്നില്ല, ഒരു പുറത്ത് വെച്ച് സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ടും ഈ അനൂപ് മാലിക്കിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അനൂപിന്റെ പശ്ചാത്തലമൊക്കെ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. സുനിൽ ഒന്ന് തുടരൂ. സുനിലേക്ക്